ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. ഈ വാക്കുകൾ അറിയാം പുതിയ കാലത്തിന്, പുതിയ തലമുറക്ക്. ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുന്നിൽ ആർപ്പു വിളിക്കുമ്പോൾ വേദി കീഴടക്കുന്ന 30 വയസ്സുകാരൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത്. അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. അമ്മ ശ്രീലങ്കക്കാരിയും. ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ. குறிப்பா கேரளால வேடன் எனக்கு ரொம்ப பிடிச்ச ஒரு ராப்பர். ஏன்னா அவன் இந்த மண்ணை லவ் பண்றான். நான் ராப்பர்லாம் கிடையாது, நான் என் மக்களுக்காக பேச வந்திருக்கேன். அதான் ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പാട്ടിലൂടെ പറയാനാകുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അവർ സഹോദരനെ പോലെ കാണുന്നുണ്ട്. റാപ്പുകളിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുകളിലും രാഷ്ട്രീയം പറയാൻ പലർക്കും ധൈര്യക്കുറവുണ്ടായിരുന്നു. നേരിട്ടും ഫോണിലൂടെയും ഭീഷണികൾ വന്നിട്ടുണ്ട്. കഞ്ചാവുമായി റാപ്പർ വേടൻ കസ്റ്റഡിയില്ല. തിരുപ്പല കൈവശം വെച്ച കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. സമാനമായി റാപ്പർ വേടന് ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ശരിക്കും ഈ വേടൻ? വേടൻ ആരെന്ന് ചോദിക്കുന്നത് പോലെ പ്രസക്തമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രസക്തമാണ് വേടൻ എന്ന് പറയുന്നത്. ഭയങ്കര വിയർപ്പ് തുന്നിയിട്ട കുപ്പാണ്. ഞാൻ അടുത്ത കാലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തേക്കായിട്ട് ഏറ്റവും പുതിയ ഒരു കോയിനേജ് ആണ്. ഒരു അധിക്ഷേപ വാക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പദത്തെ തന്റെ അടയാള വാക്യമായിട്ട് ഉപയോഗിക്കാൻ ഒരുത്തൻ തീരുമാനിക്കുന്നു. അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു സമയത്ത് ഓക്കെ എന്നെ ഇങ്ങനെയാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഒരു സമയത്ത്. സ്വയം അഴുക്കുചാലിൽ ജനിച്ചവൻ ഞാൻ എന്ന് അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗായകൻ അവനവനെ അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ഗായകരുടെ നിരയിലോ എഴുത്തുകാരുടെ നിരയിലോ കവികളുടെ നിരയിലോ മറ്റേതെങ്കിലും ഒരുവൻ കടന്നു വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തല ഉയർത്തി നോക്കാം. അത് ഞാനാണ്.